ആദിത്യൻ ഉദിച്ചിടും മുന്നമേ സ്നാനം ചെയ്തു മോദേന നിത്യകർമ്മം ചെയ്തിതു വഴി പോലെ ശുദ്ധനായി നിത്യദാനമായി ആയതും ചെയ്ത് സുഖസിദ്ധനായി നന്ദകേ ചെന്നിരുന്ന ഉദ്ധവനും ഗോപികാജനം കാലം പുലർന്നിടും നേരം താപം വിട്ട് പുറമ്പുക്കു നോക്കുന്ന നേരോ കാണായത് ഒരു നേരം കൊടിയും ഉയരത്തിൽ ഏണാംഗമുഖിമാരും സൂക്ഷിച്ചു നോക്കി നോക്കി ചിന്തിച്ച് തമ്മിൽ പറഞ്ഞിടിന കംസൻ തന്റെ അന്തികേമേ വീടിന ദുഷ്ടനായുള്ള അക്രൂരനും പെട്ടെന്നോ നമ്മെ ഊട്ടിക്കൊണ്ടങ്ങു ചെന്നു. ദുഷ്ടനാം കംസൻ പോയ വഴിക്കങ്ങയപ്പാനായി ദുർമതിയായിടുന്നോരു അക്രൂരൻ വന്നാരോ ചൊൽ. നിർമ്മലൻ അവൻ നാമം ചിന്തിക്കിൽ ക്രൂരനല്ലോ. നന്ദനന്ദനൻ തന്നെ കണ്ടങ്ങു പോയ ദുഷ്ടന് എന്നുമേ ഗുണം വന്നുകൂടുകയില്ല നൂനം. ഇങ്ങനെ ഓരോ തരം പറഞ്ഞു ഗോപീജനം നന്ദനന്ദനം ചിന്തിച്ച് അന്വേഷിച്ചിടും നേരം വന്നുള്ളൂ ഋതുവൻ തന്നെ കണ്ടിതോ ഗോപീജനം. സുന്ദരനായുള്ളവൻ ആരുപോൽ നാരായണ വന്ദിച്ചിടുക വേണം ഇവനെ സംശയവും. നന്ദനന്ദൻ തന്റെ വേഷത്തെ കൈക്കൊണ്ടവൾ നിന്നുള്ള ഭുജങ്ങളും മന്ദഹാസവും കണ്ടാൽ രണ്ട് ഇല്ല മനോഹരൻ എത്രയും ഇവന്നോനം. ഇങ്ങനെ ഗോപീജനം അന്വേഷിച്ച് പറഞ്ഞതോ മംഗലൻ ഉദ്ധവനും വന്നൊരു വൃത്താന്തങ്ങൾ. ഉത്തമനുദ്ധവരെ ഗോപികാജനം അപ്പോൾ ചിത്തമോദേന ചെന്ന് സൽക്കാരമതം ചെയ്തു. പിന്നെ നല്ലൊരു കുശലങ്ങളായുള്ള വാക്കുകളും നല്ലൊരു ഗോപികമാരും എല്ലാം ലജ്ജയോടും മോദവും കൊണ്ടിട്ട് ആരുമില്ലാത്ത നേരം ചെന്ന് ചോദിച്ചു വന്നും വന്നും മന്ദഹാസഭയോടും കൈതവമൂർത്തി കൃഷ്ണൻ തന്നുടെ ദൂതൻ എന്തു ചെയ്ത് ദീപവാനെ പറഞ്ഞ് ഞങ്ങളെല്ലാം താതമാതാക്കൾ മനസ്സന്തോഷം ചെയ്യുക എന്നതേ ചേതസി ഗോവിന്ദനും ഗോകുലേ കാര്യമുള്ളൂ. മറ്റൊന്നോ ഗോകുലത്തിൽ ചിന്തിപ്പാനില്ലയല്ലോ. ചുറ്റും എന്നുള്ളതോർത്താൽ കരുണാബന്ധമല്ലോ. താമസന്മാർക്കുണ്ട് ദാസജനബന്ധുക്കളിൽ ചേർത്ത് പോകാൻ എത്രയും പണിയുണ്ട്. തങ്ങൾക്ക് കാര്യാർത്ഥമായി ഉണ്ടാകും മമത്വം. തങ്ങൾക്ക് കാര്യം വന്നാൽ മമത്വം വിട്ടുപോകും. പുഷ്പത്തിൽ മേവും അതുകൊണ്ടങ്ങൊടുങ്ങിയാൽ പിന്നെ ഷഡ്പദം നിരോപിക്കയില്ലല്ലോ കുസുമത്തെ. അങ്ങനെ തന്നെയല്ലോ ആര്യകൾ പുരുഷന്മാരാൽ അങ്ങനമാരും വിത്തമടങ്ങുമ്പുമാലയിൽ ഭൂമിയെ ധർമ്മന്മാരുമേറിയ കാലം നന്നായി കാമിനവൃത്തിയോടെ രക്ഷിച്ചങ്കിരിക്കലും കാലത്താൽ അവരായി വരും. നൃപനെയും ശീലക്കേടെന്ന് ചൊല്ലി ത്യജിക്കും പ്രജകളും വല്ലഭമേറെയുള്ള വിദ്വാനെന്നെങ്കിരിക്കലും തെല്ലുമേ മടിയാതെ വിദ്യകൾ ഗ്രഹിച്ചിട്ട് പിന്നെ അങ്ങുപേക്ഷിക്കുമെന്നതുപോലെ പിന്നെ ദക്ഷിണ കഴിഞ്ഞൊരു യജ്ഞാധിപതിയെയും തൽക്ഷണം വെടിയുന്നതോ ഋതുക്കായുള്ള ജനം. പക്ഷികൾ ഫലമുള്ള വൃക്ഷത്തിൽ ചെന്ന് പിന്നെ തൽക്ഷണം ഫലം കഴിഞ്ഞിടുമ്പോൾ പോകും പോലും ഭോജനശാലക്ക് ഭോജനം കഴിച്ച് പിൻ ഭോജനഗൃഹം വിട്ടുപോകുന്നു. ആന്തർ പോലും കാനനം തികച്ചിടുന്ന നേരത്തിങ്കിൽ താനുടൻ പിടിയും നിതോർന്നിയും വനം തന്നെ. ജാരന്മാർ ചതുരതയോട് മുടൽ നാരികളെ ഓരോന്ന് പറഞ്ഞുടൻ രസിപ്പിച്ച് അവരെയും പാരാതെ സങ്കരം ചെയ്ത് അവരെയും പാരാതെ സംഘം ചെയ്തു പോകുന്നു പുരുഷന്മാർ. നാരിമാർ തമ്മെ പിന്നെ ഓർക്കുന്നില്ലല്ലോ. ജാരൻ വന്നതില്ലവൾക്ക് അലംഭാവം എന്നതാകിലും പിന്നെ അപമാനില്ല മമത്വം അവളെയും. ഇത്തരം പറഞ്ഞവർ ചിത്തത്തിൽ കൃഷ്ണൻ തന്നെ ഭക്തേവകാമിനിമാർ ചിന്തിച്ചു കരഞ്ഞിതോ. ലോകൈകനാഥൻ തന്നെ ചിന്തിച്ചു വിലജ്ജമായി ചിത്തത്തിൽ നിരോപിച്ച് പാടിനാൻ അവരപ്പോൾ എത്തിനാൻ ഓരോ മൃഗം തൽസഭാതലത്തിങ്കിൽ ഇന്ന് ഇവൻ കൃഷ്ണൻ തന്റെ ദൂതനായി വന്നാനെന്നു നന്ദിച്ചു പറഞ്ഞതോ ഷഡ്പദത്തോടായവർ.
ദുഷ്ടത വരുത്തോ ഏറ്റവും ഇഷ്ടമില്ലാതവേവം കൃഷ്ണൻ തന്നിഷ്ടനായി നീ ഇപ്പോൾ വന്നതോർത്താൽ കേശവനിഷ്ഠയായ നാരിതൻ കുജങ്ങളിൽ കേശവൻ അണിയിച്ച മാലയിൽ അവൾ മാറിൽ തേച്ചിടും കുങ്കുമവും നിന്നുടെ ശരീരത്തിൽ തേച്ചു നീതിശീലനായി വന്ന് എങ്ങൾ പദം തന്നെ തൊട്ടുപോകാതെ മൂടാ. നീ ഇപ്പോൾ വേണ്ടുന്നതും വിട്ടും വൈകാതെ കൃഷ്ണൻ നിന്നോട് മോദിപ്പാനായി അങ്ങുള്ള കൃഷ്ണകാന്തമാരുടെ സേവ ചെയ്തോ. ഇങ്ങു നിന്ന് എങ്ങളെ നീ സൽക്കരിച്ചിടുന്നാകിൽ വന്നുപോ മുകുന്ദന് ജലത്വം. അതുകൊണ്ട് വന്നിടാ നിനക്കിന്ന് വേണ്ടതും പോക നീയും അല്പമായി ചില സുഖം എങ്ങളെ അറിയിച്ചു ചിൽക്കുവാൻ ഉപേക്ഷിച്ചു പോയതും അറിയ നീ. കുസുമം അതുകൊണ്ടം കുടുങ്ങിക്കൂടിയിടവിൽ കുസുമം തന്നെ നീയോ നിനയ്ക്കാത്തതുപോലെ മായാമാനുചന്ദ്രന്റെ കപടവാക്യങ്ങളാൽ മായാദേവിയാം ലക്ഷ്മി മോഹിച്ച് ശുശ്രൂഷിപ്പു. എന്തിനു മനോഹരമായി ഇപ്പോൾ വന്നു നീയും ചന്തമായി മധുരൂപ വൃത്താന്തങ്ങൾ ഓതിയിടുന്നു. കാന്തനില്ലാതൊരു താന്തരാം ഞങ്ങൾ നിനക്ക് എന്തോ ഒരു സമ്മാനത്തെ തരുന്നു ഭ്രമരമേ. ഉത്തമോത്തമൻ കൃഷ്ണ സന്നിധവും സദാ വാഴും മത്തേവകാമനിവാർ സന്നിധവും ചെന്നു നീയും ഉത്തമ കൃഷ്ണഗീതം പാടിയേടി നിനക്ക് ഏറ്റവും ചിത്തത്തിൽ വേണ്ടതെല്ലാം സാധിപ്പിച്ചിടുന്നവൻ. മന്ദഹാസവും ചാരുചരിത കടാക്ഷവും എന്നിവ ഗുണങ്ങളെ കാണുമ്പോൾ കൃഷ്ണൻ തന്നെ ചെന്നുടൽ വരിച്ചിടും ഏതൊരു നാരികളും. അങ്ങനെ ഇരിക്കിയാൽ കൃഷ്ണനും താരികളിൽ മംഗലപ്രേമമില്ലെന്നാകിലും അവനിപ്പോൾ പെരുകെ പരവശമാരാം ഞങ്ങളെ ചുറ്റ് കരുണയില്ലാത്തത് കൃഷ്ണന് യോഗ്യമാവോ. ഉത്തമ ശ്ലോകൻ എന്ന നാമവും കൃഷ്ണന്റെ ചിത്തകാരുണ്യാലത്രേ നാമമെന്നും ചൊല്ലൂ.